എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് ഇപ്പോൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുകയാണ്. ഇതൊരു ജനറൽ ക്വസ്റ്റ്യനാണ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പോകുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഈ കാര്യങ്ങൾ പ്രയോജനപ്പെടും, ഈ പറയുന്ന കാര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ പറയുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം ഇത് കേട്ടിരിക്കുകയും അതോടൊപ്പം തന്നെ ഇതെല്ലാം പഠിക്കുകയും ചെയ്യണം. കഴിഞ്ഞ സിലബസ് അനുസരിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. പക്ഷേ അതിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ കൂട്ടിച്ചേർക്കാനുള്ള സൗകര്യമുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആരും പെർഫെക്റ്റ് അല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പറഞ്ഞു വന്ന കൂട്ടത്തിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വിട്ടുപോയത് പരിഹരിക്കാൻ നമുക്കിങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ടിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിച്ചിരിക്കുക, പറയുന്നതെല്ലാം വളരെ കാര്യമായി കേട്ടിരിക്കുക. ഇനി പറയാൻ പോകുന്നത് പ്രോട്ടിയം, ഡ്യൂട്ടീറിയം, ട്രിഷ്യം എന്നിവ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണെന്ന് നമ്മൾ പഠിച്ചു. ഇതിൽ ഡ്യൂട്ടീറിയത്തെ ഹെവി വാട്ടർ എന്നാണ് വിളിക്കുക. ഹെവി വാട്ടർ അല്ലെങ്കിൽ ഘനജലം. ഹെവി വാട്ടർ അല്ലെങ്കിൽ ഘനജലം. ഹെവി വാട്ടർ അല്ലെങ്കിൽ ഘനജലം എന്ന് പറയും. ഇത് ഹൈഡ്രജൻ ഐസോട്ടോപ്പുകളിൽ രണ്ടാമത്തേതാണ്. 1H2 എന്നറിയപ്പെടുന്നതാണ് ഹൈഡ്രജൻ്റെ രണ്ടാമത്തെ ഐസോട്ടോപ്പ്. ഈ രണ്ടാമത്തെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീറിയത്തെയാണ് നമ്മൾ ഹെവി വാട്ടർ അല്ലെങ്കിൽ ഘനജലം എന്ന് പറയുന്നത്. ഇനി അതോടനുബന്ധിച്ച് പറയുന്ന മറ്റൊരു കാര്യം, ഹൈഡ്രജൻ എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കും. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന ഒരേ ഒരു മൂലകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ ഇല്ലാത്ത ഒരു ആസിഡും ഇല്ല. നമ്മൾ മുമ്പ് പഠിച്ചല്ലോ, സൾഫ്യൂറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്. ഈ 4 ആസിഡുകളാണ് ഏറ്റവും സ്ട്രോങ് ആസിഡ് എന്ന് വിളിക്കുന്നത്. അതിൽ ഏറ്റവും സ്ട്രോങ് സൾഫ്യൂറിക് ആസിഡാണ്. അതുകൊണ്ട് സൾഫ്യൂറിക് ആസിഡിനെ എന്ത് വിളിക്കുമെന്ന് നമ്മൾ പഠിച്ചു? കിങ് ഓഫ് കെമിക്കൽസ്, രാസവസ്തുക്കളുടെ രാജാവ്. അപ്പോൾ എല്ലാ ആസിഡുകളിലും ഹൈഡ്രജനുണ്ട്, പക്ഷെ എല്ലാ ആസിഡിലും ഓക്സിജൻ ഇല്ല. ഓക്സിജൻ ഇല്ലാത്ത ഒരേ ഒരു ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്, HCl. ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഹൈഡ്രജൻ ഉണ്ട്, പക്ഷെ ഓക്സിജൻ ഇല്ല. അപ്പോൾ ഓക്സിജൻ ഇല്ലാത്ത ഒരേ ഒരു ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അതും ഓർമ്മയിരിക്കണം. എല്ലാ ആസിഡിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ സുലഭമായി കിട്ടുന്നതും ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ സുലഭമായി ഹൈഡ്രജൻ വാതകം കിട്ടും. ഭാവിയിലെ ഇന്ധനം എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. ഭാവിയിലെ ഇന്ധനം ഹൈഡ്രജൻ. ഹൈഡ്രജൻ കഴിഞ്ഞാൽ പിന്നെ ഹീലിയം. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനും ഹീലിയവും. അതിൽ ആദ്യത്തെ സ്ഥാനം ഹൈഡ്രജനാണ് ഒന്നാം സ്ഥാനം. ഭാവിയിലെ ഇന്ധനം ഹൈഡ്രജൻ, രണ്ടാം സ്ഥാനം ഹീലിയം. ഇനി ഹൈഡ്രജൻ എന്ന വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. നേരത്തെ പറഞ്ഞു, ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കലർന്ന് ജലം ഉണ്ടാവും എന്ന് കണ്ടുപിടിച്ചതും ഹെൻറി കാവൻഡിഷ് ആയിരുന്നു. അപ്പോൾ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. ഓക്സിജൻ കണ്ടുപിടിച്ചതാവട്ടെ ജോസഫ് പ്രീസ്റ്റ്ലിയാണ്.
ജോസഫ് പ്രിസ്റ്റിലിയാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. അപ്പോൾ രണ്ടും ഓർമ്മയിരിക്കണം. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്, ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രിസ്റ്റിലി. അടുത്ത ഒരു ചോദ്യം, അലക്കുകാരത്തിൻ്റെ രാസനാമം. അലക്കുകാരം തുണികൾ അലക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് അലക്കുകാരം. ഇതൊരു രാസവസ്തുവാണ്. ഇതിൻ്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, ചില്ലി സാൾട്ട്, കാൽസ്യം ക്ലോറൈഡ്. അലക്കുകാരത്തിൻ്റെ രാസനാമം ശരിയായ ഉത്തരം സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റാണ് അലക്കുകാരത്തിൻ്റെ രാസനാമം. അലക്കുകാരത്തിൻ്റെ രാസനാമം സോഡിയം കാർബണേറ്റ്. ഇനി എലിവിഷത്തിൻ്റെ രാസനാമം സിങ്ക് ഫോസ്ഫേറ്റ്. സിങ്ക് ഫോസ്ഫേറ്റ്. ചില്ലി സാൾട്ട് മീറ്റർ സോഡിയം നൈട്രേറ്റ്. സോഡിയം നൈട്രേറ്റിൻ്റെയാണ് സോഡിയം നൈട്രേറ്റ് എന്ന് പറയും. അപ്പോൾ എലിവിഷത്തിൻ്റെ രാസനാമം സിങ്ക് ഫോസ്ഫൈഡ്. സിങ്ക് ഫോസ്ഫേറ്റ്, സിങ്ക് ഫോസ്ഫൈഡ്, സിങ്ക് ഫോസ്ഫൈഡ്. ചില്ലി സാൾട്ട് മീറ്റർ എന്ന് പറയുന്നത് സോഡിയം നൈട്രേറ്റ്. അലക്കുകാരത്തിൻ്റെ രാസനാമം സോഡിയം കാർബണേറ്റ്. അപ്പോൾ എലിവിഷത്തിൻ്റെ രാസനാമം സോഡിയം ഫോസ്ഫൈഡ്, സോഡിയം നൈട്രേറ്റ്, സിങ്ക് ഫോസ്ഫൈഡ്, സിങ്ക് നൈട്രേറ്റ്. ഉത്തരം സിങ്ക് ഫോസ്ഫൈഡ്. എലിവിഷത്തിൻ്റെ രാസനാമം സിങ്ക് ഫോസ്ഫൈഡ്. ഇനി ചില്ലി സാൾട്ട് പീറ്റർ എന്ന് പറയുന്നത് ആണ് സോഡിയം നൈട്രേറ്റ്. സോഡിയം നൈട്രേറ്റിനെ ചില്ലി സാൾട്ട് പീറ്റർ അല്ലെങ്കിൽ ചില്ലി വെടിയുപ്പ് എന്നും പറയും. അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ചില്ലി വെടിയുപ്പ്, ചില്ലി വെടിയുപ്പ്. ചില്ലി വെടിയുപ്പ് എന്നറിയപ്പെടുന്നതാണ് സോഡിയം നൈട്രേറ്റ് അല്ലെങ്കിൽ ചില്ലി സാൾട്ട് പീറ്റർ. അപ്പോൾ ചില്ലി സാൾട്ട് പീറ്റർ എന്നും ചില്ലി വെടിയുപ്പ് എന്നും അറിയപ്പെടുന്ന ഒരു രാസവസ്തുവാണ് സോഡിയം നൈട്രേറ്റ്. കറിവേപ്പിൻ്റെ രാസനാമം എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കറിവേപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽസ്യം ക്ലോറൈഡ്. ഇതൊന്നും അല്ല. ഉത്തരം സോഡിയം ക്ലോറൈഡ്. ഇതിനോടൊപ്പം പറയുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ്. പൊട്ടാസ്യം നൈട്രേറ്റ് വെടിയുപ്പാണ്. പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ വെടിയുപ്പ്. ഈ വെടിയുപ്പാണ് വെടിമരുന്നായി ഉപയോഗിക്കുന്നത്. അപ്പോൾ വെടിമരുന്നുകൾ, പടക്കം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. അപ്പോൾ വെടിമരുന്നായി ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ്. ഒന്നുകൂടെ പറയാം. എലിവിഷത്തിൻ്റെ രാസനാമം സിങ്ക് ഫോസ്ഫൈഡ്. സോഡിയം നൈട്രേറ്റ് എന്നറിയപ്പെടുന്നത് ചില്ലി സാൾട്ട് പീറ്റർ അല്ലെങ്കിൽ ചില്ലി വെടിയുപ്പ്. അലക്കുകാരത്തിൻ്റെ രാസനാമം സോഡിയം കാർബണേറ്റ്. കറിവേപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്. പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറയുന്നത് വെടിയുപ്പ് അല്ലെങ്കിൽ വെടിമരുന്ന്. വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത്? വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത്? നമ്മൾ ഉത്തരം നേരത്തെ പഠിച്ചതാണ്. ഡുറാലുമിൻ, ചെമ്പ്, ടങ്സ്റ്റൺ, അലുമിനിയം ആണ് ഓപ്ഷൻ. ഡുറാലുമിൻ, ചെമ്പ്, ടങ്സ്റ്റൺ, അലുമിനിയം. ഉത്തരം എല്ലാവർക്കും അറിയാം, ടങ്സ്റ്റൺ. ഇലകളിലെ പച്ച നിറത്തിന് കാരണം ഹീമോഗ്ലോബിൻ, ഹരിതകം, മെലാനിൻ. ഇതൊന്നുമല്ല. ഇലകളിലെ പച്ച നിറത്തിന് കാരണം, ഇലകളിലെ പച്ച നിറത്തിന് ഹരിത സസ്യങ്ങളിലെ ഇലകളിൽ പച്ച നിറത്തിന് കാരണമാക്കുന്ന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ ഹീമോഗ്ലോബിനുണ്ട്, ഹരിതകമുണ്ട്, മെലാനിൻ. ഇതൊന്നുമല്ല. ഇത്രയാണ് ഓപ്ഷൻ. അതിൽ ഉത്തര ഹരിതകം. സസ്യകോശങ്ങളിൽ ഹരിത കണങ്ങൾ എന്ന് പറയുന്ന പ്രത്യേക ഭാഗം ഉണ്ടായിരിക്കും. ഇവയാണ് ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്നത്.
അപ്പോൾ ഇലകളിൽ പച്ച നിറത്തിലുള്ള കണങ്ങൾ ഹരിതകം മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാലല്ല, വർണ്ണകണങ്ങളും ഉണ്ടായിരിക്കും. ചില ചെടികളുടെ ഇലകളിൽ എല്ലാ ഭാഗത്തും പച്ച നിറം കാണില്ല, ചില ഭാഗത്ത് ചുവപ്പോ മഞ്ഞയോ ഉള്ള നിറത്തിലുള്ള ഇലകളും ഉണ്ടായിരിക്കും. പക്ഷേ എങ്കിലും അതിലേറ്റവും കൂടുതലുള്ളത് ഹരിതകണങ്ങളായിരിക്കും. ഇടയ്ക്ക് വർണ്ണകണങ്ങൾ ഉണ്ടായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. വർണ്ണകണങ്ങളുള്ള ഭാഗം നിറവ്യത്യാസം കാണും, മറ്റെല്ലാ ഭാഗവും ഇലയ്ക്ക് ഹരിത നിറം തന്നെയായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന പദാർത്ഥം ഹരിതകം. ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന പദാർത്ഥം ഹരിതകം. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്ന പദാർത്ഥം. രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്ന പദാർത്ഥമാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിന് ചുവപ്പ് നിറം ഉണ്ടാവാനുള്ള കാരണം ഇരുമ്പിൻ്റെ സാന്നിധ്യം, അയണിൻ്റെ സാന്നിധ്യമാണ് ഹീമോഗ്ലോബിന് ചുവപ്പ് നിറം കൊടുക്കാൻ കാരണം. അപ്പോൾ രക്തത്തിൽ ചുവപ്പ് നിറം കൊടുക്കുന്നതിനുള്ള പദാർത്ഥമാണ് ഹീമോഗ്ലോബിൻ. ഹരിത സസ്യങ്ങളുടെ ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്നതിനിടയാക്കുന്നത് ഹരിതകണങ്ങൾ. എന്നാൽ മെലാനിൻ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ ത്വക്കിൻ്റെ നിറം ക്രമീകരിക്കുന്ന വർണ്ണകമാണ് മെലാനിൻ. അപ്പോൾ ഹീമോഗ്ലോബിൻ രക്തത്തിലുള്ള ചുവപ്പ് വർണ്ണത്തിൻ്റെ ഘടകം ഹരിതകം. ഹരിത സസ്യങ്ങളിൽ ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന പദാർത്ഥം മെലാനിൻ. ത്വക്കിൻ്റെ നിറം, മനുഷ്യ ശരീരത്തിൽ ത്വക്കിൻ്റെ നിറത്തിന് കാരണമാവുന്ന വർണ്ണകണം. മറ്റൊരു ചോദ്യം, ഓക്സിജൻ എന്ന പേര് ആ മൂലകത്തിന് നൽകിയ ശാസ്ത്രജ്ഞനാര്? ഓക്സിജൻ എന്ന പേര് ആ മൂലകത്തിന് നൽകിയതാര്? അത് പ്രത്യേകം നമ്മൾ പഠിച്ചതാണ്, പ്രത്യേകം പറഞ്ഞത് തന്നതുമാണ്. ഓക്സിജൻ കണ്ടുപിടിച്ച ജോസഫ് പ്രീസ്റ്റ്ലിയാണ്. ജോസഫ് പ്രീസ്റ്റ്ലി കണ്ടുപിടിച്ച ഓക്സിജൻ അദ്ദേഹം ഓക്സിജൻ എന്ന് പേര് കൊടുത്തില്ല. അതിന് യഥാർത്ഥത്തിൽ ഓക്സിജൻ എന്ന പേര് കൊടുത്തത് ആര്? ഷീലെ, പ്രീസ്റ്റ്ലി, ഹംഫ്രി ഡേവി, ലാവോസിയെ? ഉത്തരം ലാവോസിയെ. ലാവോസിയെയാണ് ജോസഫ് പ്രീസ്റ്റ്ലി കണ്ടുപിടിച്ച വാതകത്തിന് ഓക്സിജൻ എന്ന പേര് കൊടുത്തത് ലാവോസിയാണ്. മറ്റൊരു ചോദ്യം, ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഏത്? ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം. ഓപ്ഷൻ: ക്ലോറിൻ, സൾഫർ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്. ക്ലോറിൻ, സൾഫർ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്. ഉത്തരം ഹൈഡ്രജൻ സൾഫൈഡ്. ഹൈഡ്രജൻ സൾഫൈഡിന് ചീഞ്ഞ മുട്ടയുടെ അതിരൂക്ഷമായ ഗന്ധം ഉണ്ടായിരിക്കും. അപ്പോൾ ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ സൾഫൈഡാണ്. എന്നാൽ ചീഞ്ഞ മത്സ്യത്തിൻ്റെ ഗന്ധമുള്ള വാതകം, മത്സ്യം ചീഞ്ഞു പോയാൽ അതീവ ദുർഗന്ധം ഉണ്ടാകും. അപ്പോൾ ചീഞ്ഞ മത്സ്യത്തിൻ്റെ ഗന്ധം ദുർഗന്ധത്തിന് കാരണമാകുന്നു വാതകം. ചീഞ്ഞ മത്സ്യത്തിൻ്റെ ദുർഗന്ധത്തിന് കാരണമാവുന്ന വാതകം ഫോസ്ഫീൻ ആണ്. ഫോസ്ഫീൻ. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഹൈഡ്രജൻ സൾഫൈഡ്. ചീഞ്ഞ മത്സ്യത്തിൻ്റെ ഗന്ധത്തിന് കാരണം ഫോസ്ഫീൻ എന്ന വാതകം. അടുത്ത ചോദ്യം, നൈട്രജനും ഹൈഡ്രജനും ചേർന്നുണ്ടാവുന്ന സംയുക്തത്തിൻ്റെ പേരെന്ത്? നൈട്രജനും നൈട്രജനും ചേർന്നുണ്ടാവുന്ന സംയുക്തത്തിൻ്റെ പേര് അമോണിയ, ഫോസ്ഫേറ്റ്, നൈട്രിക് ആസിഡ്. ഇതൊന്നുമല്ല. ഉത്തരം അമോണിയ. അമോണിയ വാതകം ഹൈഡ്രജനും നൈട്രജനും തമ്മിൽ സംയോജിപ്പിച്ചാണ്. ഇങ്ങനെ ആദ്യമായി ഹൈഡ്രജനെയും നൈട്രജനെയും സംയോജിപ്പിച്ച് അമോണിയ ഉൽപ്പാദിപ്പിച്ചത് ഫ്രിറ്റസ് ഹേബർ.
സർ ഫ്രിറ്റസ് ഹേബർ എന്ന ശാസ്ത്രജ്ഞനാണ് ഹൈഡ്രജനെയും നൈട്രജനെയും തമ്മിൽ സംയോജിപ്പിച്ച് അമോണിയ ഉൽപ്പാദിപ്പിച്ചത്. അതുകൊണ്ട് അമോണിയയുടെ ഉൽപ്പാദനത്തെ ഹേബർ പ്രക്രിയ എന്ന് പറയും. അപ്പോൾ അമോണിയ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഹേബർ പ്രക്രിയ. ആദ്യമായി ഹൈഡ്രജനെയും നൈട്രജനെയും തമ്മിൽ സംയോജിപ്പിച്ച് അമോണിയ നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ സർ ഫ്രിറ്റസ് ഹേബർ. സർ ഫ്രിറ്റസ് ഹേബർ. ഫ്രിറ്റസ് ഹേബർ. അതുകൊണ്ട് അമോണിയ നിർമ്മിക്കുന്ന പ്രവർത്തനത്തെ ഹേബർ പ്രക്രിയ അല്ലെങ്കിൽ ഹേബർ പ്രോസസ് എന്ന് പറയുന്നു. അപ്പോൾ നൈട്രജൻ ഹൈഡ്രജൻ ചേർന്നുണ്ടാകുന്ന സംയുക്തമാണ് അമോണിയ. അമോണിയ ഹൈഡ്രജനും നൈട്രജനും തമ്മിൽ NH3, ഇതാണ് അമോണിയയുടെ രാസസൂത്രം. NH3. 3 വ്യാപ്തം ഹൈഡ്രജന് 1 വ്യാപ്തം നൈട്രജൻ, 1 വ്യാപ്തം നൈട്രജന് 3 വ്യാപ്തം ഹൈഡ്രജൻ എന്ന തോതിൽ ഹൈഡ്രജനെയും നൈട്രജനെയും തമ്മിൽ സംയോജിപ്പിച്ച് അമോണിയ ആദ്യമായി ഉൽപ്പാദിപ്പിച്ചത് സർ ഫ്രിറ്റസ് ഹേബറാണ്. അതുകൊണ്ട് അമോണിയയുടെ വ്യാവസായിക ഉൽപ്പാദനത്തിന് ഹേബർ പ്രക്രിയ ഉപയോഗിക്കുന്നു. ഹേബർ പ്രക്രിയ എന്ന് പറയുന്നു. അപ്പോൾ അമോണിയയുടെ ഘടകങ്ങൾ ഹൈഡ്രജനും നൈട്രജനുമാണ്. അമോണിയയിൽ 1 വ്യാപ്തം നൈട്രജനും 3 വ്യാപ്തം ഹൈഡ്രജനും അടങ്ങിയിരിക്കും. ഇതാണ് അമോണിയയുടെ പ്രത്യേകത. ഇനി ഐസ് പ്ലാന്റുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാതകം അമോണിയ വാതകം. ഐസ് പ്ലാന്റുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അമോണിയ വാതകമാണ്. രണ്ടാമത്തെ കാര്യം, ക്ഷാര സ്വഭാവം. അമോണിയയുടെ സ്വഭാവം എന്ന് ചോദിച്ചാൽ ബേസിക് സ്വഭാവം അല്ലെങ്കിൽ ക്ഷാര സ്വഭാവമുള്ളതാണ് അമോണിയ. അമോണിയം ക്ലോറൈഡ് സാധാരണ സാൽ അമോണിയാക്ക് എന്ന് വിളിക്കും. അമോണിയം ക്ലോറൈഡിനെ സാൽ അമോണിയാക്ക് എന്ന് വിളിക്കും. അപ്പോൾ രാസികമായി സാൽ അമോണിയാക്ക് എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ സാൽ അമോണിയാക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് അമോണിയം ക്ലോറൈഡ്. ഈ അമോണിയം ക്ലോറൈഡ് സാൽ അമോണിയാക്ക് എന്ന് വിളിക്കും. ഇനി ഐസ് പ്ലാന്റുകൾ ഉപയോഗിക്കുന്നത് അമോണിയയാണ്. അമോണിയയുടെ സ്വഭാവം ബേസികമാണ്. സാൽ അമോണിയാക്ക് എന്നറിയപ്പെടുന്ന അമോണിയം ക്ലോറൈഡാണ്. ഹേബർ പ്രക്രിയ മുഖേനയാണ് അമോണിയം ക്ലോറൈഡ് നിർമ്മിക്കുന്നത്. ഇതാദ്യമായി അമോണിയ നിർമ്മിച്ചത് ഫ്രിറ്റസ് ഹേബറാണ്. ഇനി ഈ അമോണിയം ക്ലോറൈഡ് ലെക്രാൻഷ്യസ് സെല്ലിലും ഡ്രൈ സെല്ലിലും ഇലക്ട്രോലൈറ്റുകളായി ഉപയോഗിക്കുന്നു. അത് പഠിച്ചതാണ്. ലെക്രാൻഷ്യസ് സെൽ ആൻഡ് ഡ്രൈ സെല്ലിലും ലെക്രാൻഷ്യസ് സെല്ലിലും ഇലക്ട്രോലൈറ്റായി അമോണിയം ക്ലോറൈഡ് ഉപയോഗിക്കുന്നു. ഇതിൽ ഡ്രൈ സെല്ലിൽ അമോണിയം ക്ലോറൈഡ് പേസ്റ്റായും ലെക്രാൻഷ്യസ് സെല്ലിൽ അമോണിയം ക്ലോറൈഡ് ദ്രാവക രൂപത്തിലും ഉപയോഗിക്കുന്നു. ഇനി അടുത്ത ഒരു ചോദ്യം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? ഭൂവൽക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തോടടുത്ത ഭാഗത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? നൈട്രജൻ, കാർബൺ, ഓക്സിജൻ, അലൂമിനിയം. ഭൂമിയുടെ പുറന്തോട് അല്ലെങ്കിൽ ഭൂവൽക്കം, ആ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് ഓക്സിജനാണ്.
എന്നാൽ അന്തരീക്ഷത്തിലാവട്ടെ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജനുമാണ്. പക്ഷേ ഭൂമിയുടെ പുറന്തോടിനടുത്ത് അല്ലെങ്കിൽ ഭൂവൽക്കത്തിൽ, ഭൂമിയുടെ പുറന്തോടാണ് ഭൂമിയുടെ ഉപരിതലം. അപ്പോൾ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. ദ്രാവക ഓക്സിജൻ, ലിക്വിഡ് ഓക്സിജൻ ഒരു റോക്കറ്റ് ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഓക്സിജനെ ദ്രാവക രൂപത്തിലാക്കിയാൽ അതൊരു ഇന്ധനമായി ഉപയോഗിക്കാം. അങ്ങനെ റോക്കറ്റ് ഇന്ധനമായി ഉപയോഗിക്കുന്ന ദ്രാവക ഓക്സിജനാണ്. ദ്രാവക ഓക്സിജനെ നമുക്ക് റോക്കറ്റ് ഇന്ധനമായി ഉപയോഗിക്കാം. മറ്റൊരു ചോദ്യം, മണ്ണിൻ്റെ അമ്ലവീര്യം കുറയ്ക്കുന്നതിന്, അസിഡിറ്റി അല്ലെങ്കിൽ അമ്ലവീര്യം, മണ്ണിൻ്റെ അസിഡിറ്റി, ആസിഡ് സ്വഭാവം അതാണ് അസിഡിറ്റി. അസിഡിറ്റി കൂടുതലുള്ള മണ്ണിൽ കൃഷി ചെയ്താൽ നമുക്ക് വിളവ് ലഭിക്കാറില്ല. എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾക്ക് തഴച്ചു വളരാനുള്ള സമ്പുഷ്ടമായ വളം മണ്ണിനുണ്ടായിരിക്കില്ല. അസിഡിറ്റി കൂടിയ മണ്ണിൽ സസ്യങ്ങൾ വളരാറില്ല. അതുകൊണ്ട് മണ്ണിൻ്റെ അമ്ലവീര്യം കുറയ്ക്കാൻ, അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? ഓപ്ഷൻ: ചാണകം, കുമ്മായം, പച്ചിലവെള്ളം. ഇതൊന്നുമല്ല. മണ്ണിൻ്റെ അമ്ലവീര്യം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ചാണകം, കുമ്മായം, പച്ചിലവെള്ളം. ഇതൊന്നുമല്ല. ഉത്തരം കുമ്മായം. കുമ്മായത്തിൻ്റെ രാസനാമം പഠിച്ചല്ലോ, അറിയാമല്ലോ എല്ലാവർക്കും. കുമ്മായത്തിൻ്റെ രാസനാമം ഒന്നാലോചിച്ച് നോക്കുക, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ കുമ്മായം എന്ന് പറയുന്ന വസ്തു മണ്ണിൽ കലർത്തിയാൽ മണ്ണിൻ്റെ അസിഡിറ്റി മാറുകയും സസ്യങ്ങൾ തഴച്ചു വളരുകയും ഉൽപാദനക്ഷമത കൂടുകയും ചെയ്യും. അങ്ങനെ മണ്ണിൻ്റെ അമ്ലത്വം കുറയ്ക്കാൻ വേണ്ടി, അമ്ലവീര്യം കുറയ്ക്കാൻ വേണ്ടി ചേർക്കുന്ന പദാർത്ഥമാണ് കുമ്മായം. ഇനി ചാണകം, പച്ചിലവളം ഇവ മണ്ണിൻ്റെ ഫലപുഷ്ടി അഥവാ ജന്തുക്കളുടെയോ സസ്യങ്ങളുടെയോ ശരീരങ്ങൾ, മൃതാവശിഷ്ടങ്ങൾ മണ്ണിൽ ലയിക്കുമ്പോൾ മണ്ണ് വളക്കൂറുള്ളതായിത്തീരും. വളക്കൂറുള്ള മണ്ണിൽ സസ്യങ്ങൾ തഴച്ചു വളരും. ഇങ്ങനെ മണ്ണിലുണ്ടാവുന്ന വളക്കൂറിനെയാണ് നമ്മൾ പറയുന്ന ഹ്യൂമസ് എന്ന് പറയും. അപ്പോൾ പച്ചിലകളോ അല്ലെങ്കിൽ സസ്യങ്ങളുടെ മറ്റു ഭാഗങ്ങളോ ജന്തുശരീരങ്ങളോ ഒക്കെ ജീർണിച്ച് മണ്ണിൽ കലരുമ്പോൾ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാം. ഇങ്ങനെ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനം മണ്ണിൽ സ്വാഭാവികമായി അടങ്ങിയിരിക്കുന്ന ഈ വളം അല്ലെങ്കിൽ സസ്യങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള അമ്ലത്വം കുറഞ്ഞ ഹ്യൂമസ് അല്ലെങ്കിൽ കൃഷി ഇടങ്ങൾക്ക് ആവശ്യമായ ഫലപുഷ്ടിയോടുകൂടി സസ്യങ്ങൾക്ക് വളരാൻ ആവശ്യമായ ഘടകത്തെയാണ് ഹ്യൂമസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഹ്യൂമസ് ഉള്ള കൃഷിസ്ഥലങ്ങളിൽ സസ്യങ്ങൾ സമൃദ്ധമായി വളരുന്നു. അപ്പോൾ ആ മണ്ണിൻ്റെ അമ്ലവീര്യം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം കുമ്മായമാണ്. ഈ കുമ്മായം ഉപയോഗിച്ച് തന്നെ നമുക്ക് ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കാം. ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നതിനുള്ള പദാർത്ഥവും കുമ്മായമാണ്. ഒരു മുറിക്കകത്ത് കുമ്മായം നിരത്തി ഇട്ടതിന് ശേഷം അതിന് മുകളിൽ കൂടി തുടർച്ചയായി ക്ലോറിൻ വാതകം കടത്തിവിട്ടുകൊണ്ടിരിക്കുക. ഈ ക്ലോറിനും കുമ്മായവും തമ്മിൽ സംയോജിച്ച് ഉണ്ടാവുന്ന പദാർത്ഥമാണ് ബ്ലീച്ചിങ് പൗഡർ. അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കാൻ ആവശ്യമായ വാതകം എന്ന് വെച്ചാൽ അത് ക്ലോറിനാണ്. അപ്പോൾ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഘടകങ്ങൾ എന്ന് വെച്ചാൽ ക്ലോറിനും കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ക്ലോറിനും കാൽസ്യം ഹൈഡ്രോക്സൈഡും തമ്മിൽ, കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കുമ്മായവും തമ്മിൽ പ്രവർത്തിച്ചാണ് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാകുന്നത്. അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ ക്ലോറിനും കാൽസ്യം ഹൈഡ്രോക്സൈഡും ക്ലോറിനും തമ്മിൽ കലർത്തി നിർമ്മിച്ചിരിക്കുന്നതാണ് ബ്ലീച്ചിങ് പൗഡർ. അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം കുമ്മായം. ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കാൻ ആവശ്യമായ വാതകം ക്ലോറിൻ.
ക്ലോറിൻ കുമ്മായം നിറച്ച മുറിയിൽ കടത്തിവിട്ടാൽ, അതായത് കുമ്മായത്തിന് മുകളിൽ കൂടി തുടർച്ചയായി ക്ലോറിൻ കടത്തിവിട്ട് ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കാം. ഇനി മനുഷ്യനാദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയ ലോഹം എന്ന് ചോദിച്ചാൽ, മനുഷ്യനാദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത് ചെമ്പാണ്. ഇരുമ്പ്, അലുമിനിയം, വെങ്കലം, ചെമ്പ് ആദ്യമായി മനുഷ്യൻ ഉപയോഗിച്ചത് ചെമ്പാണ്. മനുഷ്യർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോകം ഇരുമ്പാണ്. പക്ഷെ ആദ്യമായി ഉപയോഗിച്ച ലോകം ചെമ്പാണ്. ഈ ചെമ്പും ടിന്നും ചേർന്ന ലോകസങ്കരം, ഒന്നിൽ കൂടുതൽ ലോഹങ്ങൾ ചേർന്നതാണ് ലോകസങ്കരങ്ങൾ. അപ്പോൾ ടിന്നും ചെമ്പും ചേർന്ന ലോഹ ഘടകങ്ങളാണ് ഓട് അല്ലെങ്കിൽ വെളിച്ചീയം എന്ന് പറയുന്നത്. ടിന്നും ചെമ്പും ചേർന്ന ലോകസങ്കരം. ഒന്നിൽ കൂടുതൽ ലോഹങ്ങൾ സംയോജിച്ചിരിക്കുന്ന പദാർത്ഥങ്ങളെ ലോകസങ്കരം. ഓട് അല്ലെങ്കിൽ വെളിച്ചീയത്തിൻ്റെ ഘടകങ്ങൾ, ഓട് അല്ലെങ്കിൽ വെളിച്ചീയം അതിൻ്റെ ഘടകങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ചെമ്പും ടിന്നും. അപ്പോൾ ചെമ്പും ടിന്നും ചേർന്ന ലോകസങ്കരമാണ് വെളിച്ചീയം. ടിന്നും ചെമ്പും ചേർന്ന ലോകസങ്കരമാണ് വെളിച്ചീയം. കാർബണിൻ്റെ പ്രകാശമുള്ള രൂപം ഏത്? അതിൻ്റെ ഓപ്ഷൻ സ്വർണം, വജ്രം, പ്ലാറ്റിനം, കരിക്കട്ട. വജ്രവും കരിക്കട്ടയും കാർബണിൻ്റെ രൂപാന്തരങ്ങളാണ്. കാഠിന്യം കൂടുതലുള്ള കാർബണിൻ്റെ രൂപാന്തരങ്ങളിൽ ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ളതും അതേസമയം സ്വയം പ്രകാശിക്കുന്നതുമായ ഒരു കാർബണിൻ്റെ രൂപാന്തരമാണ് വജ്രം. അതുകൊണ്ട് ഉത്തരം വജ്രം. കാർബണിൻ്റെ രൂപാന്തരമാണ് വജ്രവും കരിക്കട്ടയും. വേറെ ഒരുപാടുണ്ട്, രൂപാന്തരങ്ങൾ വേറെയുണ്ട്. വിളക്കുകരി, ചിരട്ടക്കരി, അതുപോലെ എല്ലുകരി, പഞ്ചസാരക്കരി, ഇതെല്ലാം കാർബണിൻ്റെ രൂപാന്തരങ്ങളാണ്. പക്ഷേ ഈ രൂപാന്തരങ്ങളിൽ വെച്ച് ഏറ്റവും കാഠിന്യമുള്ളതും എന്നാൽ പ്രകാശിക്കുന്നതുമായ ഒരു കാർബൺ രൂപാന്തരമാണ് വജ്രം. എന്നാൽ വജ്രം ഒരു വൈദ്യുത ചാലകം അല്ല. വജ്രം വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. പക്ഷേ ഗ്രാഫൈറ്റ് വൈദ്യുതചാലകമാണ്. അപ്പോൾ കാർബൺ ഒരു അലോഹമാണ്. ആ അലോഹമായ ഗ്രാഫൈറ്റ് കാർബണിൻ്റെ മറ്റൊരു രൂപാന്തരമാണ്. അത് വൈദ്യുതിയെ കടത്തിവിടും. ഗ്രാഫൈറ്റ് വൈദ്യുതി കടത്തിവിടും. അപ്പോൾ വൈദ്യുതി കടത്തിവിടാത്ത പദാർത്ഥങ്ങളെ നമുക്കെന്ത് വിളിക്കാം? കുചാലകങ്ങൾ അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കാം. കുചാലകങ്ങൾ അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കാം. ഇൻസുലേറ്റേഴ്സ് അല്ലെങ്കിൽ കുചാലകം എന്ന് പറഞ്ഞാൽ നോൺ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ബാഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയും. മറ്റാണെങ്കിൽ സുചാലകം, വൈദ്യുതി കടത്തിവിടുന്നവ സുചാലകം അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ്. സാധാരണ കുചാലകങ്ങൾ വൈദ്യുതി കടത്തിവിടില്ല. ഉദാഹരണം പേപ്പർ, പ്ലാസ്റ്റിക്, റബ്ബർ, ഗ്ലാസ്, പഞ്ഞി, കടലാസ് ഇവ വൈദ്യുതിയെ കടത്തിവിടുന്നവയല്ല. എന്ന് പറഞ്ഞാൽ ഇവയെല്ലാം കുചാലകങ്ങൾ, വൈദ്യുതിയുടെ ഇൻസുലേറ്റേഴ്സാണ്. എന്നാൽ ലോഹങ്ങളാവട്ടെ, എല്ലാ ലോഹങ്ങളും വൈദ്യുതിയെ കടത്തി വിടും. പക്ഷേ കുചാലകമാണ്, ഗ്രാഫൈറ്റ് കുചാലകമാണ്, അലോഹമായ ഈ ഗ്രാഫൈറ്റ് വൈദ്യുതിയെ കടത്തിവിടുന്നു എന്നുള്ളതാണ് അവയുടെ പ്രത്യേകത. അപ്പോൾ ഗ്രാഫൈറ്റ് ഒരു വൈദ്യുതചാലകമാണ്. എന്നാൽ കാർബണിൻ്റെ അതേ രീതിയിൽപ്പെട്ട മറ്റൊരു രൂപാന്തരമായ
വജ്രം വൈദ്യചാലകം അല്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ കാർബണിൻ്റെ രൂപാന്തരങ്ങളിൽപ്പെട്ട വജ്രവും ഗ്രാഫൈറ്റും വ്യത്യസ്ത രൂപാന്തരങ്ങൾ, കാർബണിൻ്റെ വ്യത്യസ്ത രൂപാന്തരങ്ങളാണെങ്കിലും വജ്രം അല്ലെങ്കിൽ ഡയമണ്ട് വൈദ്യുത ചാലകമല്ല, വൈദ്യുതി കടത്തി വിടുന്നില്ല. എന്നാൽ ഗ്രാഫൈറ്റ് ആവട്ടെ വൈദ്യുത ചാലകമാണ്, വൈദ്യുതിയെ കടത്തി വിടുന്നവയാണ്. കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപവും ഡയമണ്ടാണ് അല്ലെങ്കിൽ വജ്രമാണ്. അതുകൊണ്ട് വജ്രം ഉപയോഗിച്ച് ഗ്ലാസ് മുറിക്കാൻ സാധിക്കും. ഇപ്പം ഗ്ലാസ് മുറിക്കാൻ സഹായിക്കുന്ന ഒരു ലോഹം വജ്രമാണ്. കാരണം വജ്രം ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള ഒരു പദാർത്ഥം ആയതുകൊണ്ടാണ്. ഇനി മറ്റൊരു ചോദ്യം. കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിച്ച് കിട്ടുന്ന ലായനിയാണ് കാർബോളിക് ആസിഡ്. നേരത്തെ പറഞ്ഞു കാർബോളിക് ആസിഡ്, സോഡിയം ക്ലോറൈഡ് ലായനി, കാർബോണിക് ആസിഡ് ഇതൊന്നുമല്ല. ഉത്തരം കാർബോണിക് ആസിഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിച്ച് കിട്ടുന്ന ലായനിയുടെ പേരാണ് കാർബോണിക് ആസിഡ്. ഇത് ശക്തമായ ഒരു ദാഹശമിനി കൂടിയാണ്. ശക്തമായ ഒരു ദാഹശമിനിയാണ് കാർബോണിക് ആസിഡ്. കാർബോണിക് ആസിഡ്. സ്വർണം ലയിക്കുന്ന ദ്രാവകം ഏത്? സ്വർണത്തെ ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ദ്രാവകം. സ്വർണത്തെ ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ദ്രാവകത്തിൻ്റെ പേര് ബെനഡിക്റ്റ് ലായനി. ബെനഡിക്റ്റ് ലായനി. രണ്ടാമത്തെ ഓപ്ഷൻ ഫിനിഷിംഗ് ലായനി. 3 അക്വറീജിയ. 4 സിൽവർ നൈട്രേറ്റ് ലായനി. ഉത്തരം അക്വറീജിയ അല്ലെങ്കിൽ രാജദ്രാവകം. അക്വറീജിയ അല്ലെങ്കിൽ രാജദ്രാവകം. അക്വറീജിയ അല്ലെങ്കിൽ രാജദ്രാവകം എന്നറിയപ്പെടുന്ന ദ്രാവക മിശ്രിതമാണ് സാധാരണയായി സ്വർണം ലയിപ്പിക്കുന്നതിന്, സ്വർണത്തെ ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ദ്രാവക മിശ്രിതം. ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന ആസിഡാണ് അക്വറീജിയ. അക്വറീജിയയിലെ ഘടക ആസിഡുകൾ ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും. ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും തമ്മിൽ സംയോജിപ്പിച്ചാണ് രാജദ്രാവകം അല്ലെങ്കിൽ അക്വറീജിയ നിർമ്മിച്ചിരിക്കുന്നത്. അക്വറീജിയ. ഇതിന് പ്രധാനപ്പെട്ട ഉപയോഗം സ്വർണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. സ്വർണം, വെള്ളി മുതലായവ ഇതിൽ ലയിക്കുന്നു. അപ്പോൾ അക്വറീജിയ എന്ന് പറയുന്നത് ആസിഡുകളുടെ ഒരു മിശ്രിതമാണ്. ഇതിൻ്റെ ഘടകങ്ങൾ ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും. ഈ സ്വർണത്തെ പറയുന്ന മറ്റൊരു പേര് ഹിരണ്യ എന്നാണ്. സ്വർണത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഹിരണ്യ എന്നാണ്. ഹിരണ്യ. സംസ്കൃതം കൂടി കലർന്നു വരുന്ന ഒരു വാക്കാണ്. ഹിരണ്യ എന്ന് പറയുന്നത് സ്വർണമാണ്. ഹിരണ്യ. ഈ ഹിരണ്യ ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് അക്വറീജിയ അല്ലെങ്കിൽ രാജദ്രാവകം. അടുത്ത ചോദ്യം. ഏറ്റവും കുറഞ്ഞ ഭാരമുള്ള ലോഹം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏത്? ഭാരം ഏറ്റവും കുറഞ്ഞ ലോഹം ഏത്? ഭാരം ഏറ്റവും കുറഞ്ഞ ലോഹം ഏത്? പ്ലാറ്റിനം, ലിഥിയം, അലുമിനിയം, ചെമ്പ്. പ്ലാറ്റിനം, ലിഥിയം, അലുമിനിയം, ചെമ്പ്. ഉത്തരം ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിഥിയമാണ്. 1ാം ഗ്രൂപ്പ് മൂലകങ്ങളായ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം എന്നിവ ആൽക്കലി ലോഹങ്ങളെന്ന് അറിയപ്പെടുന്നു. ആവർത്തന പട്ടികയിലെ 1ാം ഗ്രൂപ്പ് മൂലകങ്ങളായ ലിഥിയം, സോഡിയം,
പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻഷ്യം. ഇത്തരം ലോഹങ്ങളെ ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ആവർത്തന പട്ടികയിലെ 1-ാം ഗ്രൂപ്പ് മൂലകങ്ങളെ വിളിക്കുന്ന പേരാണ്, ആവർത്തന പട്ടികയിലെ 1-ാം ഗ്രൂപ്പ് മൂലകങ്ങളെ അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്നാണ്. ആൽക്കലി ലോഹങ്ങൾ എന്ന് അറിയപ്പെടുന്നതിൽ ഉൾപ്പെടുന്ന ആവർത്തന പട്ടികയിലെ 1-ാം ഗ്രൂപ്പിൽപ്പെടുന്ന മൂലകമാണ് ലിഥിയം. ഈ ലിഥിയമാണ് ഏറ്റവും ഹൈഡ്രജന് തൊട്ട് താഴെ ആവർത്തന പട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 1-ാമത് നിൽക്കുന്ന മൂലകം ഹൈഡ്രജനാണ്. തൊട്ട് താഴെ നിൽക്കുന്ന ആളാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻഷ്യം. ഇതാണ് അതിൻ്റെ ഓർഡർ. ഈ ഓർഡർ അനുസരിച്ച് വരുന്ന എല്ലാ മൂലകങ്ങളെയും നമുക്ക് ആൽക്കലി ലോഹങ്ങൾ എന്ന് വിളിക്കാം. അപ്പോൾ ആവർത്തന പട്ടികയിലെ 1-ാം ഗ്രൂപ്പ് മൂലകങ്ങളെ അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്നാണ്. ആൽക്കലി ലോഹങ്ങൾ ഏറ്റവും കൂടുതൽ ക്രിയാശീലതയുള്ള ക്രിയാശീലത അല്ലെങ്കിൽ റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയാശീലത ഒരു മൂലകം മറ്റൊരു മൂലകവുമായി പ്രവർത്തിക്കുവാനുള്ള കഴിവാണ് ക്രിയാശീലത. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്രിയാശീലതയുള്ള ഖരമൂലകം ലിഥിയമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ക്രിയാശീലതയുള്ള മൂലകം എന്ന് വെച്ചാൽ ആവർത്തന പട്ടികയിൽ ഏറ്റവും കൂടുതൽ ക്രിയാശീലതയുള്ള മൂലകം ഫ്ലോറിനാണ്. ഓർമ്മയിരിക്കണം, ഫ്ലോറിൻ. ഏറ്റവും കൂടുതൽ ക്രിയാശീലതയുള്ള മൂലകം ഫ്ലോറിനാണ്. 2-ാം സ്ഥാനം ക്ലോറിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ക്രിയാശീലതയുള്ള ഖരമൂലകം, ഖരരൂപത്തിലുള്ള മൂലകങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്രിയാശീലതയുള്ള ഖരമൂലകം ലിഥിയം. ഇനി എന്നാൽ ക്രിയാശീലത ഏറ്റവും കൂടുതലുള്ള വാതകമൂലകം എന്ന് വെച്ചാൽ ഫ്ലോറിൻ. 2-ാം സ്ഥാനം ക്ലോറിൻ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ ഇവയെല്ലാം ഒരേ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളാണ്. അതിൽ ഫ്ലൂറിനാണ് 1-ാം സ്ഥാനം. ക്രിയാശീലതയിൽ ഏറ്റവും കൂടുതലുള്ള വാതകമൂലകം ഫ്ലൂറിനും 2-ാമത്തേത് ക്ലോറിനുമാണ്. അതും ഓർമ്മയിരിക്കണം. ആവർത്തന പട്ടികയിലെ ആദ്യ മൂലകം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ, ഹീലിയം, കാർബൺ, ഓക്സിജൻ. ആവർത്തന പട്ടികയുടെ 1-ാം ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആവർത്തന പട്ടികയിൽ നിന്ന് അല്പം വേറിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ ആദ്യത്തെ മൂലകം എന്ന് നമുക്ക് പറയാം, 1-ാമത്തെ ഗ്രൂപ്പല്ല. അങ്ങനെ ആവർത്തന പട്ടികയിൽ ആദ്യ മൂലകമായി കണക്കാക്കപ്പെടുന്നത് ഹൈഡ്രജനാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ആസിഡുകളിലും ഹൈഡ്രജൻ അടങ്ങിയിരിക്കുന്നു. എല്ലാ ആസിഡുകളിലും ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. ഈ ഹൈഡ്രജൻ എല്ലാ ആസിഡുകളിലും ഉണ്ടായിരിക്കും. സസ്യ എണ്ണകളിലൂടെ ഈ ഹൈഡ്രജൻ വാതകം കടത്തിവിട്ട് വനസ്പതി ഉണ്ടാക്കാൻ സഹായിക്കും. സസ്യ എണ്ണകളിലൂടെ ഹൈഡ്രജൻ കടത്തിവിട്ട് വനസ്പതി നിർമ്മിക്കാൻ സാധിക്കുന്നു. വനസ്പതി നിർമ്മിക്കുന്നതിന് സസ്യ എണ്ണകളിലൂടെ ഹൈഡ്രജൻ കടത്തിവിടും. സസ്യ എണ്ണകളിലൂടെ ഹൈഡ്രജൻ കടത്തിവിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത്. അടുത്ത ചോദ്യം, സ്മെല്ലിംഗ് സാൾട്ടിൻ്റെ രാസനാമം. സ്മെല്ലിംഗ് സാൾട്ട് തുറന്നു വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ രാസനാമം അമോണിയം ക്ലോറൈഡ്, അമോണിയം കാർബണേറ്റ്, അമോണിയം നൈട്രേറ്റ് ഇതൊന്നുമല്ല. സ്മെല്ലിംഗ് സാൾട്ടിൻ്റെ രാസനാമം അമോണിയം കാർബണേറ്റ്. സ്മെല്ലിംഗ് സാൾട്ട് അമോണിയം കാർബണേറ്റാണ് സ്മെല്ലിംഗ് സാൾട്ടിൻ്റെ രാസനാമം.
ഏത് വസ്തു രൂപാന്തരം പ്രാപിച്ചാണ് മാർബിൾ ഉണ്ടാവുന്നത്? നമുക്കറിയാം, പ്രത്യേകം പറയണമെന്നില്ല. ഏത് വസ്തു രൂപാന്തരം പ്രാപിച്ചാണ് മാർബിൾ ഉണ്ടാവുന്നത്? ജിപ്സം, ചോക്ക്, ചുണ്ണാമ്പ് കല്ല്, ഇതൊന്നുമല്ല. ഉത്തരം ചുണ്ണാമ്പ് കല്ല് അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ്. ഈ ചുണ്ണാമ്പ് കല്ല് രൂപാന്തരം പ്രാപിച്ചാണ് കാൽസ്യം കാർബണേറ്റ് ആവുന്നത്. ഈ കാൽസ്യം കാർബണേറ്റിനെയാണ് മാർബിൾ എന്ന് പറയുന്നത്. ചുണ്ണാമ്പ് കല്ല് എന്നറിയപ്പെടുന്ന കാൽസ്യം കാർബണേറ്റ് മാർബിളായി കണക്കാക്കപ്പെടുന്നു. ഇത് പല ഭാഗത്തും വലിയ പാറകളായി കാണപ്പെടുന്നു. മാർബിൾ പല ഭാഗത്തും, ഇപ്പോൾ ആസാമിൽ ഇതിൻ്റെ വലിയ പാറകളുണ്ട്. അവിടെ നിന്ന് നമ്മളിതിനെ പലക പോലെ കീറിയെടുത്താണ് വീട് നിർമ്മാണത്തിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചുണ്ണാമ്പ് കല്ല് എന്നറിയപ്പെടുന്ന കാൽസ്യം കാർബണേറ്റാണ് മാർബിൾ. അടുത്തത് നീറ്റുകക്കയുടെ രാസനാമം. കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം കാർബണേറ്റ്, ഇതൊന്നുമല്ല. ഉത്തരം കാൽസ്യം ഓക്സൈഡ്. മുമ്പ് പറഞ്ഞ കാര്യമാണ്. പ്രകൃതിദത്തമായ എത്ര മൂലകങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്? പ്രകൃതിദത്തമായ മൂലകങ്ങൾ ഇന്നത്തെ ആധുനിക ആവർത്തന പട്ടികയിൽ 118 മൂലകങ്ങളാണുള്ളത്. ആധുനിക ആവർത്തന പട്ടികയിൽ 118 മൂലകങ്ങളുണ്ട്. അതിൽ പ്രകൃതിദത്തമായ മൂലകങ്ങൾ എത്രയാണെന്ന് പറയണം. ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ പ്രകൃതിദത്ത മൂലകങ്ങൾ എത്ര വരെ ഉണ്ട്? എത്ര എണ്ണമാണ് പ്രകൃതിദത്ത മൂലകങ്ങൾ? ഉത്തരം ഓപ്ഷൻ വായിക്കാം. 97, 92, 96, 95. 95, 96, 97, 92. ഉത്തരം 92 മൂലകങ്ങൾ. 118 മൂലകങ്ങളിൽ, ആധുനിക ആവർത്തന പട്ടികയിൽ 118 മൂലകങ്ങളിൽ 92 പ്രകൃതിദത്ത മൂലകങ്ങളാണ്. പ്രകൃതിദത്ത മൂലകങ്ങൾ ആണ്. ഇനി അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആധുനിക ആവർത്തന പട്ടിക ക്രമീകരിച്ചത് ഹെൻറി മോഴ്സിലിയാണ്. ആധുനിക ആവർത്തന പട്ടിക തയ്യാറാക്കിയത് ഹെൻറി മോഴ്സിലി. അദ്ദേഹം മൂലകങ്ങളെ വിന്യസിച്ചത്, ക്രമീകരിച്ചത് അറ്റോമിക സംഖ്യയുടെ ആരോഹണക്രമത്തിലായിരുന്നു. എന്നാൽ മെൻഡലീഫ് ആദ്യമായി ആവർത്തന പട്ടിക നിർമ്മിച്ചപ്പോൾ അദ്ദേഹം മൂലകങ്ങളെ ക്രമീകരിച്ചത് അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമത്തിലായിരുന്നു. അറ്റോമിക മാസിൻ്റെ അല്ലെങ്കിൽ അറ്റോമിക ഭാരത്തിൻ്റെ ആരോഹണക്രമത്തിലാണ് മെൻഡലീഫ് ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചത്. എന്നാൽ ഹെൻറി മോഴ്സിലി ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളുടെ അറ്റോമിക സംഖ്യയുടെ ആരോഹണക്രമത്തിൽ വിന്യസിച്ചു. ഇനി അപ്പോൾ ഒന്നുകൂടെ പറയാം. ആവർത്തന പട്ടികയിലെ ആകെ മൂലകങ്ങൾ 118. അതിൽ പ്രകൃതിദത്ത മൂലകങ്ങൾ 92. മോഴ്സിലിയാണ് ആധുനിക ആവർത്തന പട്ടികയെ മൂലകങ്ങളുടെ അറ്റോമിക സംഖ്യയുടെ ആരോഹണക്രമത്തിൽ ക്രമീകരിച്ചത്. എന്നാൽ മെൻഡലീഫ് ആവട്ടെ മൂലകങ്ങളെ ക്രമീകരിച്ചത് അറ്റോമിക ഭാരത്തിൻ്റെ ആരോഹണക്രമത്തിലായിരുന്നു. ഇനി മനുഷ്യനിർമ്മിത മൂലകങ്ങളെ, അഥവാ കൃത്രിമമായി നിർമ്മിച്ച മൂലകങ്ങളെ ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടും. മനുഷ്യനിർമ്മിത മൂലകങ്ങൾ, മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച മൂലകങ്ങളെ പറയുന്ന പേര് ട്രാൻസ്യുറാനിക് എന്നാണ്. ട്രാൻസ്യുറാനിക്. മനുഷ്യനിർമ്മിത മൂലകങ്ങളെ, കൃത്രിമമായി മനുഷ്യൻ നിർമ്മിച്ച മൂലകങ്ങളെ ട്രാൻസ്യുറാനിക് എന്ന് വിളിക്കുന്നത്.
ട്രാൻസ്യുറാനിക് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. മനുഷ്യനിർമ്മിത മൂലകങ്ങളെ അല്ലെങ്കിൽ കൃത്രിമ മൂലകങ്ങളെ ട്രാൻസ്യുറാനിക് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. ബോക്സൈറ്റ് ഡാഷിൻ്റെ ആണ്. ബോക്സൈറ്റ് ഡാഷിൻ്റെ ആണ്. ബോക്സൈറ്റ്, ക്രയലൈറ്റ് മുതലായവ അലൂമിനിയത്തിൻ്റെ അയിരുകളാണ്. അപ്പോൾ ഇവിടെ ചോദ്യം, ബോക്സൈറ്റ് ഡാഷിൻ്റെ അയിരാണ്. ചെമ്പിൻ്റെ, അലൂമിനിയത്തിൻ്റെ, ഇരുമ്പിൻ്റെ, സിങ്കിൻ്റെ. അതെന്ന് ചോദിച്ചാൽ അലൂമിനിയത്തിൻ്റെ. അലൂമിനിയത്തിന് 2 അയിരുകളാണ്. ഒന്ന് ബോക്സൈറ്റ്, മറ്റൊന്ന് ക്രയലൈറ്റ്. പക്ഷേ ക്രയലൈറ്റ് ശരിക്കും അലൂമിനിയത്തിൻ്റെ ഓറുകളായി കണക്കാക്കാറില്ല. അതിൻ്റെ ധാതു അല്ലെങ്കിൽ മിനറലായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നതെങ്കിലും പ്രധാനമായും അതിൻ്റെ അയിരെന്ന് പറയുന്നത് ഈ അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റാണ്. ബോക്സൈറ്റ് ഡാഷിൻ്റെ അയിരാണ്. അതിൻ്റെ അയിരെന്ന് ചോദിച്ചാൽ ചെമ്പിൻ്റെ, അലൂമിനിയത്തിൻ്റെ, ഇരുമ്പിൻ്റെ, സിങ്കിൻ്റെ. ഉത്തരം അലൂമിനിയത്തിൻ്റെ. അലൂമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരാണ് ബോക്സൈറ്റ്. ഇനി സിങ്കിൻ്റെ പ്രധാനപ്പെട്ട അയിര്, സിങ്കിൻ്റെ പ്രധാനപ്പെട്ട അയിര് കലാമിനാണ്. സിങ്കിൻ്റെ പ്രധാന അയിര് കലാമിൻ. കലാമിൻ. ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട അയിര് ഹേമറ്റൈറ്റ് ആൻഡ് മാഗ്നറ്റൈറ്റ്. ഹേമറ്റൈറ്റ്, ഹേമറ്റൈറ്റ്. പിന്നെ രണ്ടാമത്തേത് മാഗ്നറ്റൈറ്റ്. മാഗ്നറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഹേമറ്റൈറ്റ് ആൻഡ് മാഗ്നറ്റൈറ്റ്. അത് ഇരുമ്പിൻ്റെ 2 അയിരുകളാണ്. അലുമിനിയത്തിൻ്റെ ബോക്സൈറ്റാണ്. എന്നാൽ സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. ഇനി മറ്റൊരു കാര്യം, മെർക്കുറിയുടെ അയിരാണ് സിനബർ. മെർക്കുറിയുടെ അയിരാണ് സിനബർ. മെർക്കുറിയുടെ അയിര് സിനബർ. അപ്പോൾ ഒന്ന് നോക്കാം. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഇരുമ്പിൻ്റെ അയിരുകളാണ്. കലാമിൻ സിങ്കിൻ്റെ അയിരാണ്. സിനബർ മെർക്കുറിയുടെ അയിരാണ്. സിനബർ, പിന്നെ കലാമിൻ, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. അലണ്ടം എന്നും കൊറണ്ടം എന്നും. അലണ്ടം, അലണ്ടം, കൊറണ്ടം, കൊറണ്ടം. ഇവ അലൂമിനിയത്തിൻ്റെ ധാതുക്കളാണ്, മിനറൽസ്. അലൂമിനിയത്തിൻ്റെ ധാതുക്കളാണ് അലണ്ടം, കൊറണ്ടം. ഇവ ഇന്ദ്രനീലക്കല്ലുകൾ എന്നൊക്കെ അറിയപ്പെടും. ഇന്ദ്രനീലക്കല്ലുകൾ എന്നറിയപ്പെടും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരാണ്. ഇരുമ്പിൻ്റെ അയിരുകൾ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. സിങ്കിൻ്റെ ആണെങ്കിൽ കലാമിൻ. മെർക്കുറിയുടേത് സിനബർ. അലണ്ടം, കൊറണ്ടം എന്നിവ അലൂമിനിയത്തിൻ്റെ ധാതുക്കളാണ്. ഇവ നിറമുള്ള ഓക്സൈഡുകളായി കാണപ്പെടും. അതുകൊണ്ട് മാണിക്യം, ഇന്ദ്രനീലം എന്നീ പേരുകളും ഇവയ്ക്കുണ്ടാവും. പ്രകൃതിയിൽ കാണപ്പെടുന്ന നിറം കലർന്ന ഓക്സൈഡ് ധാതുക്കൾ, അലൂമിനിയത്തിൻ്റെ നിറമുള്ള ഓക്സൈഡ് ധാതുക്കളാണ് ഇന്ദ്രനീലം എന്നും മരതകം എന്നുമൊക്കെ ഇതിന് പേരുണ്ട്. പച്ച നിറമുള്ളതിന് മരതകം, മറ്റേത് അലണ്ടം, ഇന്ദ്രനീലം, നീല നിറത്തിൽ കാണപ്പെടുന്നു. അതാണ് പ്രത്യേകത. ഇനി ഇരുമ്പിന് മറ്റൊരു ധാതുവുണ്ട്. ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട ധാതുവാണ് അയൺ പൈറൈറ്റിസ്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണെന്ന് മാത്രം. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ഉണ്ടാവും. നമ്മൾ നേരത്തെ പഠിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ
സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അയൺ പൈറൈറ്റിസ്, അയൺ പൈറൈറ്റിസ്, അയൺ പൈറൈറ്റിസ്, അയൺ പൈറൈറ്റിസ്. ഈ അയൺ പൈറൈറ്റിസിന് മഞ്ഞ നിറം ഉണ്ടായിരിക്കും. ശുദ്ധമായ മഞ്ഞ നിറം ഉള്ളതുകൊണ്ട് ഇത് സ്വർണ്ണമാണെന്ന് തെറ്റിദ്ധരിക്കും. സ്വർണ്ണമാണെന്ന് തെറ്റിദ്ധരിക്കുന്നതിനാൽ അയൺ പൈറൈറ്റിസിനെ വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടും. വിഡ്ഢികളുടെ സ്വർണം, വിഡ്ഢികളുടെ സ്വർണമാണ് അയൺ പൈറൈറ്റിസ്. വിഡ്ഢികളുടെ സ്വർണം, വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറൈറ്റിസ് എന്ന ഇരുമ്പിൻ്റെ ഒരു ധാതു. ഇരുമ്പിൻ്റെ ധാതുവാണ് അയൺ പൈറൈറ്റിസ്. ഇതിന് മഞ്ഞ നിറമുള്ളത് കൊണ്ട് സ്വർണമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അതിനാൽ ഇവ വിഡ്ഢികളുടെ സ്വർണം എന്ന് അറിയപ്പെടുന്നു. അടുത്തത് നവസാരത്തിൻ്റെ രാസനാമം. നവസാരം, നവസാരം. നവസാരത്തിൻ്റെ രാസനാമം എന്ത്? നവസാരത്തിൻ്റെ രാസനാമം ഓപ്ഷൻ വായിക്കാം. അമോണിയം, അമോണിയം ക്ലോറൈഡ്, അമോണിയം കാർബണേറ്റ്, അമോണിയം ഹൈഡ്രോക്സൈഡ്. അമോണിയം, അമോണിയം ക്ലോറൈഡ്, അമോണിയം കാർബണേറ്റ്, അമോണിയം ഹൈഡ്രോക്സൈഡ്. ഉത്തരം അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ്. ഈ അമോണിയം ക്ലോറൈഡാണ് സാലമോണിയാക്ക് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചത്. ഈ സാലമോണിയാക്ക് എന്ന അമോണിയം ക്ലോറൈഡിൻ്റെ മറ്റൊരു പേരാണ് നവസാരം. അപ്പോൾ നവസാരം എന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡാണ്. മറ്റൊരു പേര് സാലമോണിയാക്ക്. സാലമോണിയാക്ക് അല്ലെങ്കിൽ നവസാരം എന്ന് പറയുന്നതാണ് അമോണിയം ക്ലോറൈഡ്. അടുത്ത ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം ഏത്? ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം ഏത്? ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. ഉത്തരം നൈട്രജൻ. ജ്വലനത്തെ സഹായിക്കുന്നത് അല്ല, നിയന്ത്രിക്കുന്നത് ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, അമോണിയം ഹൈഡ്രോക്സൈഡ്. ഉത്തരം നൈട്രജൻ. തുരിശിൻ്റെ രാസനാമം. തുരിശിൻ്റെ രാസനാമം കോപ്പർ സൾഫേറ്റ്, കോപ്പർ ക്ലോറൈഡ്, കോപ്പർ ഡയോക്സൈഡ്. ഇതൊന്നും അല്ല. ഉത്തരം കോപ്പർ സൾഫേറ്റ്. തുരിശ് അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ്. ഇത് ഒരു കുമിൾനാശിനിയും ഒരു കീടനാശിനിയുമാണ്. കുമിൾനാശിനിയായി ഉപയോഗിക്കുന്ന ഒരു മിശ്രിതമാണ് കോപ്പർ കലർന്ന അഥവാ തുരിശ് കലർന്ന ബോർഡോ മിശ്രിതം. ബോർഡോ മിശ്രിതം. ബോർഡോ മിശ്രിതം. ഈ ബോർഡോ മിശ്രിതം എന്ന് പറയുന്നത് തുരിശ്, ചുണ്ണാമ്പ് അഥവാ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ജലം എന്നിവ ചേർന്ന മിശ്രിതത്തെയാണ് ബോർഡോ മിശ്രിതം എന്ന് പറയുന്നത്. ഈ ബോർഡോ മിശ്രിതം പ്രസിദ്ധമായ ഒരു കുമിൾനാശിനിയാണ്. സസ്യങ്ങളെ ബാധിക്കുന്ന കുമിൾ രോഗം, സസ്യങ്ങളെ ബാധിക്കുന്ന കുമിൾ രോഗത്തിന് എതിരായി ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ്, സസ്യങ്ങൾക്കുള്ള ഔഷധമാണ്, കുമിൾനാശിനിയാണ് ബോർഡോ മിശ്രിതം. കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ തുരിശ്, അത് കഴിഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, പിന്നെ ജലം എന്നിവ ചേർന്ന ബോർഡോ മിശ്രിതം പ്രധാനപ്പെട്ട കുമിൾനാശിനിയായി ഉപയോഗിക്കുന്നു. സസ്യങ്ങളെ ബാധിക്കുന്ന ഒരു രോഗമാണ് കുമിൾ രോഗം. ഈ കുമിൾ രോഗത്തെ റബ്ബർ പോലെയുള്ള സസ്യങ്ങളിൽ കുമിൾ രോഗം പെട്ടെന്ന് ബാധിക്കാറുണ്ട്. ഇതിനെതിരെ ഉപയോഗിക്കുന്ന ഒരു സസ്യൌഷധമാണ് കുമിൾനാശിനി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോർഡോ മിശ്രിതം. അടുത്ത ചുണ്ണാമ്പുകല്ലിൻ്റെ രാസനാമം എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്. കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം കാർബണേറ്റ്. ഇതൊന്നുമല്ല. ഉത്തരം കാൽസ്യം കാർബണേറ്റ്.
തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ഏത്? മറ്റൊരു ചോദ്യം. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം സൾഫ്യൂരിക് ആസിഡ്, രസം, നൈട്രിക് ആസിഡ്, ജലം. ഉത്തരം രസം ആണ്. രസം എന്ന് പറഞ്ഞാൽ മെർക്കുറി. മെർക്കുറി എന്തുകൊണ്ട് തെർമോമീറ്റർ ദ്രാവകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റാണ്. ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഗ്ലാസ് ട്യൂബിലൂടെ തെർമോമീറ്ററിൻ്റെ ഗ്ലാസ് ട്യൂബിലൂടെ വളരെ പെട്ടെന്ന് മുകളിലേക്ക് ഉയരുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായി ഊഷ്മാവ് മനസ്സിലാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് രസം തെർമോമീറ്റർ ദ്രാവകമായി ഉപയോഗിക്കുന്നത്. ആഭരണങ്ങൾ ചെമ്പ് ചേർക്കുന്നത് എന്തിന്? അതും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഭംഗിക്ക്, കാഠിന്യത്തിന്, തിളക്കത്തിന് ഇതൊന്നുമല്ല. സ്വർണത്തിൽ നിശ്ചിത അളവിൽ കോപ്പർ ചേർത്താണ് സ്വർണത്തിന് കാഠിന്യം ഉണ്ടാക്കുന്നത്. അല്ലാത്ത സ്വർണം, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സ്വർണം ഒരിക്കലും ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നില്ല. കാരണം അത് വളരെ മൃദുവായൊരു പദാർത്ഥമാണ്. അപ്പോൾ ഈ സ്വർണത്തിന് കാഠിന്യം കൊടുക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ചെമ്പ്. ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണെന്ന് ചോദിച്ചാൽ ശുദ്ധമായ സ്വർണം 24 ക്യാരറ്റാണ്. 24 ക്യാരറ്റിന് നമ്മൾ തങ്കം എന്നും പറയും. ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന 916 സ്വർണം 22 ക്യാരറ്റാണ്. സാധാരണ 22 ക്യാരറ്റ് സ്വർണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്യൂരിറ്റി തെളിയിക്കുന്നത് 916 സ്വർണം 22 ക്യാരറ്റ് എന്നറിയുമ്പോൾ. അപ്പോൾ ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ശുദ്ധമായ സ്വർണ്ണം 24 ക്യാരറ്റാണ്. പക്ഷേ ആഭരണങ്ങൾ നിർമ്മിക്കാൻ അത്രയും വേണ്ട. അതുകൊണ്ടാണത് 22 ക്യാരറ്റ് ആക്കിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന. ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന ചൈനയാണെങ്കിലും ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യ. സ്വർണത്തിൻ്റെ പ്രതീകം AU എന്നാണ്. AU എന്നാണ് അറം എന്നാണ് സ്വർണത്തിൻ്റെ പ്രതീകം. ഇതിൻ്റെ അറ്റോമിക സംഖ്യ 79. സ്വർണത്തിൻ്റെ അറ്റോമിക സംഖ്യ 79. അതുപോലെ നീറ്റുകക്കയുടെ രാസനാമം കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ബൈകാർബണേറ്റ്. ഉത്തരം കാൽസ്യം ഓക്സൈഡ്. താഴെ പറയുന്നതിൽ ഇരുമ്പിൻ്റെ അയിരേത്? ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ്, മോണോസൈറ്റ്, ഗലീന. ഉത്തരം ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റുമാണ് ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട 2 അയിരുകൾ. ഏറ്റവും കാഠിന്യമുള്ള വസ്തു കാർബൺ, ഇരുമ്പ്, വജ്രം, കൊറണ്ടം. ഉത്തരം വജ്രം. പ്രകൃതിയിൽ കടുപ്പമേറിയ രണ്ടാമത്തെ വസ്തു, ഏറ്റവും കൂടുതൽ കടുപ്പമേറിയ രണ്ടാമത്തെ വസ്തു അലുമിനിയത്തിൻ്റെ ഓക്സൈഡായ കൊറണ്ടമാണ്. വജ്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥം. വജ്രം കഴിഞ്ഞാൽ പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥം അലൂമിനിയത്തിൻ്റെ ഓക്സൈഡായ കൊറണ്ടമാണ്. അലൂമിനിയത്തിൻ്റെ ഓക്സൈഡായ കൊറണ്ടം ആണ് കാഠിന്യം കൂടിയ, ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള രണ്ടാമത്തെ പ്രകൃതിജന്യ വസ്തു. ബ്ലീച്ചിങ് പൗഡറിൻ്റെ രാസനാമം നേരത്തെ നമ്മൾ പഠിച്ചതാണ്. കാൽസ്യം ക്ലോറൈഡ്, കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്, ബ്ലീച്ചിങ് പൗഡർ. ഉത്തരം കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്. കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ്
കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് ആണ് ബ്ലീച്ചിങ് പൗഡറിൻ്റെ രാസനാമം. ബ്ലീച്ചിങ് പൗഡറിൻ്റെ രാസനാമം കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ്. കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ്. ഇനി യുറേനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരേത്? യുറേനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിര് മോണോസൈറ്റ്, ഇൽമണൈറ്റ്, പൈറോലിസൈറ്റ്, പിച്ച് ബ്ലെൻഡ്. ഉത്തരം യുറേനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിര് പിച്ച് ബ്ലെൻഡ്. പിച്ച് ബ്ലെൻഡ്. ഇനി സ്റ്റോറേജ് ബാറ്ററികൾ ഉപയോഗിക്കുന്ന ലോകം. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോകം സിങ്ക്, കൊബാൾട്ട്, നിക്കൽ. ഉത്തരം ഇഎം അല്ലെങ്കിൽ ലെഡ്. അതുകൊണ്ട് സ്റ്റോറേജ് ബാറ്ററികൾക്ക് പറയുന്ന മറ്റൊരു പേര് ലെഡ് അക്യുമുലേറ്റർ എന്നാണ്. മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന സ്റ്റോറേജ് സെല്ലുകൾക്ക് മറ്റൊരു പേര് ലെഡ് അക്യുമുലേറ്റർ. ലെഡ് അക്യുമുലേറ്റർ. ലെഡ് അക്യുമുലേറ്റർ. ഇതിൽ നിന്ന് മനസ്സിലാക്കുക, അതിൽ ഉപയോഗിക്കുന്ന ലോഹത്തിൻ്റെ പേര് ലെഡാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് 2 വോൾട്ടാണ് കിട്ടുന്നത്. 2 വോൾട്ട്. ഒരു സാധാരണ വൈദ്യുത സെല്ലിൽ നിന്ന് കിട്ടുന്നത് 1.5 വോൾട്ടാണ്. 1.5 വോൾട്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുക ഡ്രൈസെൽ, സാധാരണ ബാറ്ററി ടോർച്ച്, അതിൽ 1.5 കിട്ടുമ്പോൾ ലെഡ് അക്യുമുലേറ്റർ അല്ലെങ്കിൽ സ്റ്റോറേജ് സെല്ലുകളിൽ നിന്ന് 2 വോൾട്ട് വൈദ്യുതി കിട്ടും. അങ്ങനെ സ്റ്റോറേജ് സെല്ലുകളിലെ പ്രധാനപ്പെട്ട ഇലക്ട്രോലൈറ്റ്സ്, അതിലുപയോഗിക്കുന്ന ലോഹം ലെഡാണ്, അത് ഇലക്ട്രോഡാണ്. അതിലുപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ആവട്ടെ നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡാണ്. നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് H2SO4. അപ്പോൾ ലെഡ് അക്യുമുലേറ്ററിലെ സ്റ്റോറേജ് സെല്ലിലെ ഇലക്ട്രോലൈറ്റ് നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസസൂത്രം H2SO4. H2SO4. ഇതിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം 2, 4, 6, 1, 7. സൾഫ്യൂരിക് ആസിഡിലെ ആറ്റങ്ങളുടെ എണ്ണം 7. കാരണം അങ്ങനെ ഹൈഡ്രജൻ്റെ 2, ഓക്സിജൻ്റെ 4, 4, 2, 6, സൾഫറിൻ്റെ 1, അങ്ങനെ 7. 1 ആണെങ്കിൽ ഒരു പ്രതീകത്തിൻ്റെ സൂചിപ്പിക്കാൻ, ആറ്റങ്ങളുടെ എണ്ണം സൂചിപ്പിക്കാൻ 1 ആണെങ്കിൽ അവിടെ 1 എന്ന് എഴുതാറില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തൽക്കാലം പഠിക്കുക. ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക.